ദീനീ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠതയില്ലാത്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? റമളാൻ ആഗതമായാൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഉന്മേഷവാനായി പള്ളിയിൽ പോകും. നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെല്ലാം ഖളാ വീട്ടും. പകൽ നോമ്പും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടും. ഇങ്ങനെയുള്ള ആളുകളെ നമ്മളും കാണാറില്ലേ? ഇത് കാരുണ്യത്തിൻ്റെയും പാശ്ചാത്താപത്തിൻ്റെയും മാസമാണ്. യജമാനനായ റബ്ബ് പാപിയായി എനിക്ക് പുറത്തു തരുമോ എന്ന് ആ മനുഷ്യൻ വല്ലാതെ ആഗ്രഹിക്കും. ഒരുപാട് റബ്ബിനോട് ദുആ ചെയ്യും. കാലങ്ങളങ്ങനെ കഴിഞ്ഞു. അദ്ദേഹം മരണപ്പെട്ടു. മഹത്തുക്കളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? അള്ളാഹു ജല്ല ജലാലുഹു എങ്ങനെയാണ് നിങ്ങളെ സമീപിച്ചത്? അദ്ദേഹം അവിടുന്ന് മറുപടി പറയുന്നുണ്ട്, പരിശുദ്ധ റമളാനിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് അള്ളാഹു എനിക്ക് വല്ലാതെ പുറത്തു തന്നിട്ടുണ്ട്. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തൻ്റെ ഇർഷാദുൽ ഇബാദ് എന്ന ഒരു ഗ്രന്ഥത്തിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്.